നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്താണെന്ന് നോക്കാം. കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ പോസിറ്റീവായിട്ടിരിക്കണേ. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, അവരുടെ മുഖം മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുക. ഓക്കെ, നോക്കാം. കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 2 ഓഫ് സ്വാർഡ്സ് ആണ്. അതായത് ഒരു തീരുമാനം ഇല്ല, ഇൻഡിസിസീവ് ആണ്, ആൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. തീരുമാനങ്ങൾ ഹൃദയ ഭേദകമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ആൾ തീരുമാനം എടുക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം അവർ നിങ്ങൾക്ക് എന്താണോ ശരിക്കും വേണ്ടത് അതിനെക്കുറിച്ചൊരു തീരുമാനത്തിലേക്ക് എത്താൻ ആൾക്ക് സാധിക്കുന്നില്ല എന്നാണ് ഫസ്റ്റ് കാർഡ് പറയുന്നത്. രണ്ടാമത്തെ വന്നത് 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 2 ആണ്, അതായത് 2 ചോയ്സുകളുണ്ട്. അപ്പോൾ ഇവിടെയും 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഭയങ്കര കെയോട്ടിക് ആവുന്ന സമയത്ത് നിങ്ങൾ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അയാൾ ബാലൻസ്ഡ് അല്ല, അയാൾ ഗ്രൗണ്ടഡ് അല്ല, അയാൾ ഭയങ്കര ടർബുലൻ്റ് ആണ്. ആകെ മാനസികമായിട്ട് വല്ലാത്തൊരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലാണുള്ളത്. ആൾക്കിപ്പോൾ ഒരു തീരുമാനം എടുക്കാനായിട്ട് പറ്റുന്നില്ല. ഇവിടെ ജഗ്ലിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. 2 ഓഫ്സോടും പറയുന്നത് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നാണ്. ഇവിടെയും പറയുന്നത് 2 ഓപ്ഷൻ ഉണ്ട്, അതുകൊണ്ട് 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഓപ്ഷൻ ഉണ്ട്, അതുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നാണ്. അയാളുടെ സാഹചര്യമായിരിക്കാം, അയാൾക്ക് വേറെ ചോയ്സുകൾ ഉണ്ടായിരിക്കാം. ഓക്കെ, തേർഡ് വൺ ദ മൂൺ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അയാളുടെ ഒരു സെൽഫ് റിഫ്ലക്ഷൻ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഭയങ്കര പെയിൻ അനുഭവിക്കുന്നുണ്ടായിരിക്കും. ഒരു മൂഡ് സ്വിങ്സ്, ഭയങ്കരമായിട്ട് ഡീപ്പ് ഡിപ്രഷനൊക്കെ അയാൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. ഒരുപക്ഷെ അയാളുടെ കള്ളത്തരങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ മുൻപ് കാണിച്ചുകൊണ്ടിരുന്ന സ്നേഹം എല്ലാം കപടമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതുകൊണ്ടാവാം ആളൊരു മൂൺ എനർജിയിലിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. മൂഡ് സ്വിങ്സ് ഉള്ളതായിട്ടും, മൂൺ എനർജി, ഒരു ഡിപ്രഷൻ, പേടി, ഭയം, അങ്ങനെ ഒരു ഇമോഷനിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് നിങ്ങൾ അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും തിരിച്ചു തരാൻ പറ്റിയിട്ടില്ല എന്ന് അയാൾക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് അയാൾക്ക് നിങ്ങളെ വിട്ടിട്ട് പോകാൻ പറ്റാതെ ഈ 2 കാർഡ് 2 ഓഫ് സോഡ്, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തതും നിങ്ങളെ ഉപേക്ഷിച്ച് കളയാൻ പറ്റാത്തതും, ഇവിടെ ഒരു മൂൺ എനർജിയിലേക്ക് അയാൾ വന്നിട്ടുള്ളതും. അപ്പോൾ അയാൾ തീർച്ചയായിട്ടും നിങ്ങളെ ഉപേക്ഷിച്ച് കളയുകയോ നിങ്ങളെ വിട്ട് കളയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അയാൾ നിങ്ങളെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ അയാൾക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ലാസ്റ്റ് കാർഡ് 9 ഓഫ് കപ്സ് ആണ്. അയാളുടെ അംബീഷൻ എന്താണോ അത് ഫുൾഫിൽഡ് ആവും എന്ന് അയാൾക്ക് ഉറപ്പാണ്. അയാൾ ഇതിലാണ് ഇരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.